ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്വദേശ് മെഗാ ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് പാർട്ട് 1 ആണ്. അടുത്ത ക്ലാസ് ഉടനെ നൽകാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൗൺ ഹാളാണ്. 2019 മഹാനായ ഒരു കേരളീയൻ്റെ പേരിൽ ഇത് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ആരുടെ പേരിലാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്? ആൻസർ മഹാത്മാ അയ്യങ്കാളി ഹാൾ. 2026 ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാര്? ആൻസർ PV സിന്ധു. 2026 ജൂലൈയിൽ കേരള സർക്കാർ സ്കൂളുകളിൽ ആരംഭിക്കുന്ന പുതിയ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതി ഏത്? ആൻസർ ഡിജിറ്റൽ സ്ക്വയർ. വനിതകൾക്ക് മാത്രമായി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആരംഭിച്ച പുതിയ ബസ് സർവീസ് ഏത്? ആൻസർ പിങ്ക് ബസ്. ഇന്ത്യയുടെ മനുഷ്യസഹിത ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആര്? ആൻസർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ആൻസർ 1930 മാർച്ച് 12. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തെത്തിയത്? 24 ദിവസത്തെ യാത്രയ്ക്കു ശേഷം, ഏപ്രിൽ 5. ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെപ്പറ്റി അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്ത്? ആൻസർ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഉച്ചഭാഷിണിയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തതാര്? ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയുടെ വയസ്സ് എത്ര? 61 വയസ്സ്. ഉപ്പു സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ആൻസർ കാന്തിലാൽ. ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഇർവിൻ പ്രഭു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതെല്ലാം? കോഴിക്കോട് ബേപ്പൂർ, കണ്ണൂരിലെ പയ്യന്നൂർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ കേളപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? ആൻസർ കേളപ്പൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ എത്ര പേരുണ്ടായിരുന്നു? 33 പേര്. കേളപ്പനെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? ആൻസർ മൊയ്യാരത്ത് ശങ്കരൻ. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കൂടുതൽ കറണ്ട് അഫയേഴ്സും ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ഉടനെ നൽകാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.